ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിത് നല്ല ടേസ്റ്റുള്ള ഒരു പഴയ കാല കറി ഉണ്ടാക്കി നോക്കിയാലോ. ഒരു മാമ്പഴ കൂട്ടാനാണ് കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നാടൻ മാമ്പഴം കിട്ടുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്നായിരുന്നു. ഇത് മാമ്പഴ പുളിശ്ശേരിയല്ല, ഇതിൽ തൈര് ചേരുന്നേ ഇല്ല കേട്ടോ. എനിക്ക് നല്ല നാടൻ മാമ്പഴം കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുക്കളയിലേക്ക് ആക്ച്വലി വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഈ നാട്ടുമാവിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുന്നൊരു മണമാണ്, നല്ല മണമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഈ പഴയ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചെറിയ സൈസിലുള്ള മാമ്പഴമാണ് കേട്ടോ ഏറ്റവും ചേരുന്നത്. അതിങ്ങനെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുക, മുഴുവനായിട്ട് തന്നെ. ഇത് ചോറിൻ്റെ കൂടെയും പഴഞ്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. പഴങ്കഞ്ഞിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇത് മാത്രം മതി. ഇതിങ്ങനെ ഒരു മാമ്പഴവും അതിൻ്റെ ഒരു മാങ്ങാണ്ടിയും കൂടെ ചേർന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഈ ചോറിനകത്ത് ഇങ്ങനെ ഞെരടി ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഇപ്പം ഞാനൊരു 6-7 മാങ്ങ എടുത്തിട്ടുണ്ട്, തൊലിയെല്ലാം കളഞ്ഞിട്ട്. ഇതെല്ലാം നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 6 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി, നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് നല്ല മഞ്ഞ കളറിലിരിക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിവാക്കാം, മുളക് പൊടി വേണമെങ്കിൽ ഒഴിവാക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ മുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വെക്കുക. ഇത് പഴുത്ത മാമ്പഴം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവും കേട്ടോ. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ ജീരകം, ഒരു 4-5 കൊച്ചുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ മാമ്പഴമെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തയ്യാറാക്കിയിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കറിക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഇതിന് ചാറുള്ളൊരു കറിയാണ്. ഇത് വെന്ത് വരുമ്പോൾ ഇത് തിളച്ചൊക്കെ വരുമ്പോഴേക്കും നന്നായിട്ട് ചാറ് കുറുകി വരും. ഇതിൽ ഉപ്പൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ ഉപ്പെല്ലാം കറക്റ്റായിരുന്നു, ഞാൻ രണ്ടാമതൊന്നും ചേർത്തിട്ടില്ല. ഈ കറി ഒന്ന് തിളച്ച് ഒന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ഞാനിതിൽ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ വറ്റൽമുളക് ഇതാണ് എടുത്തിരിക്കുന്നത്. ഇത് കറി തിളയ്ക്കുമ്പോഴേക്ക് തന്നെ നമുക്കിത് താളിച്ചൊഴിക്കാനുള്ളതും കൂടെ റെഡിയാക്കി വെക്കാം. ഇതിപ്പം കറി ഒത്തിരി ഇത് വല്ലാതെ തിളച്ച് ഈ കറി പിരിഞ്ഞു പോകണ്ട, കുറച്ചൊന്ന് തിള വന്നാൽ മതി. ഞാനിതിലേക്ക് ഫൈനലി ഒരു സീക്രട്ട് ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ശർക്കരയാണ്. ഞാനിവിടെ ശർക്കര പാനിയാക്കി എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ. ഞാൻ അതിൽ നിന്ന് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണ് ഇരിക്കുന്നതെങ്കിൽ ശർക്കര ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി. ഇനി ശർക്കര ഇല്ലാത്തവരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. അത് ഈ കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടും കേട്ടോ, നല്ല രസമാണ്. അന്നേരം വേണം എന്നുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഇതിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, പക്ഷേ നെയ്യ് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. മാമ്പഴ പുളിശ്ശേരി ആണെങ്കിലും മാമ്പഴ കൂട്ടാനാണെങ്കിലും ടേസ്റ്റ് എലിവേറ്റ് ചെയ്യാനായിട്ട് ഈ 2 ഐറ്റം ചേർത്താൽ മതി, നെയ്യും ശർക്കരയും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഹെവൻലി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് താളിച്ചതിലേക്ക് ഒഴിക്കാം. ഈ കറി ഇപ്പോൾ ആവശ്യത്തിന് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഞാൻ ഈ കടുക് വറുത്തതിൻ്റെ അകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും നമ്മൾ ആ താളിച്ചൊഴിക്കുന്നതിന്. അതുകൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് കണ്ടിന്യൂസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണേ. അപ്പോൾ നമുക്ക് നാളെ ഇതുപോലെ രസമുള്ള എളുപ്പമുള്ളൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.